ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് പാർട്ട് 3 ആണ്. അതായത് നമ്മൾ ഓരോരോ ഫോർമുലയും നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ആ ടോപ്പിക്കിലേക്ക് കയറാമുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ ആണ്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. ദെൻ അടുത്ത ഇതുമായിട്ട് കണക്ട് ചെയ്ത എ എസ് പ്ലസ് ബിയുടെ ഫോർമുലയോടെ നമ്മൾ പഠിക്കണം. ഇൻ്റഗ്രൽ എ എസ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി. അങ്ങനെ തന്നെ വരും. അവിടെയും നമ്മൾ ഫോർമുല തന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് പഠിക്കാം. അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 1/a വരും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ്? ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എസ് പ്ലസ് ബി എന്ന് പറഞ്ഞാലും ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇ റേസ് ടു എ എസ് പ്ലസ് ബി വരും. പക്ഷേ അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? എ ആണ്. അപ്പം അത് 1/a വരും. ദെൻ എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x ആണെന്ന് വെച്ചോ. ഇ റേസ് ടു 2x ഡി എക്സ്. ഇ റേസ് ടു 2xൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു 2x വരും. പക്ഷേ അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 2 ആ. അപ്പോൾ ആ 1/2 നമുക്ക് അവിടെ എഴുതണം. അത് മറന്നു പോകരുത്. പ്ലസ് ഇ എഴുതണം. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു എം എക്സ് ഡി എക്സ്. ഇ റേസ് ടു എം എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇ റേസ് ടു എം എക്സ് അങ്ങനെ തന്നെ വരും. ഈ ഇ റേസ് ടു എം എക്സ് അങ്ങനെ തന്നെ വരും. ഇൻ ഡിവൈഡഡ് ബൈ പ്ലസ് ഇ ഓൾറെഡി അവിടെ ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ അവിടെ? എം ആ. അപ്പോൾ 1/m വരും. ദെൻ അടുത്ത് നോക്കുക. ഇൻ്റഗ്രൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ ഇ റേസ് ടു 7x ഡി എക്സ് ആണ്. എന്തായിരിക്കും? ഈ ഇ റേസ് ടു 7x അങ്ങനെ തന്നെ വരും. ഇ റേസ് ടു 7x വരും. പിന്നെ എന്തുകൂടി വരും? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ 1/7 വരും. പ്ലസ് ഇ വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കുക. ഇൻ്റഗ്രൽ ഇ റേസ് ടു 1 - 2x ഡി എക്സ് ആണെന്ന് വെച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഇ റേസ് ടു 1 - 2x. അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ മക്കളെ? -2 ആ അല്ലേ? അപ്പോൾ 1/-2 വരും. പ്ലസ് ഇ വരും. ഇതുപോലെ തന്നെ നമുക്ക് എ റേസ് ടു എക്സിൻ്റെ ഫോർമുലയും കൂടെ ഇതിൻ്റെ ഒപ്പം പഠിച്ചു പോകാം. ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എക്സ് ഡെറിവേറ്റീവിനകത്ത് ഇൻ്റെ ലോഗയെ വന്നേ. അപ്പം ഇൻ്റഗ്രേഷനകത്ത് എന്തായിരിക്കും? ബൈ ലോഗയെ വരും. പ്ലസ് ഇ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 2 റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ ബൈ ലോഗ് 2 വരും. പ്ലസ് ഇത് ആൻസറായി. വളരെ സിമ്പിളാണ് അല്ലേ? ഡെറിവേറ്റീവിനേക്കാളും ശരിക്കും എളുപ്പമാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ. 5 റേസ് ടു എക്സ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. ഡിവൈഡഡ് ബൈ ലോഗ് 5 വരും. പ്ലസ് ഇ വന്നു. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 6 റേസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താന്ന് നോക്കി. ഈ 6 റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ എന്ത് വരും? ലോഗ് 6 പ്ലസ് ഇ വരും. ദെൻ അനദർ എക്സാമ്പിൾ. ദെൻ 1 2 3 4. അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. എ റേസ് ടു എക്സ് ഡി എക്സ് ആണെന്ന് വെച്ചോ. എന്തെഴുതാം? ഈ എ റേസ് ടു എക്സും വരും. പിന്നെ അവിടെ ലോഗ് എ വരും. എ പ്ലസ് ഇ വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ഓരോ ഫോർമുലയും ഇതുപോലെ പഠിക്കുക. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ ആയി. പിന്നെ നമുക്ക് ഏത് ഇൻ്റഗ്രൽ വാല്യൂ വരുമ്പോഴും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും.